തിരുവനന്തപുരം ലോ അക്കാദമിയിലെ വിദ്യാർത്ഥിയെയും അമ്മയെയും മർദ്ദിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ ABVPയുടെ പ്രതിഷേധമാണ്. കഴിഞ്ഞ ദിവസം ABVP പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി അർജുൻ അമ്മയെയും കൂട്ടി കോളേജിൽ എത്തിയപ്പോഴായിരുന്നു രണ്ടാമതും SFI പ്രവർത്തകർ മർദ്ദിച്ചത്. ഇവർക്കെതിരെ ഒരു തരത്തിലും നടപടി സ്വീകരിക്കാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാന ആക്ഷേപം. വിഷ്ണു ശർമ്മ കഴിഞ്ഞ 20-ാം തീയതിയാണ് കായംകുളം സ്വദേശിയും 1 വർഷ LLB വിദ്യാർത്ഥിയുമായ അർജുന് തിരുവനന്തപുരം ലോ കോളേജിൽ വെച്ച മുതിർന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ SFI പ്രവർത്തകരിൽ നിന്നും മർദ്ദനമേൽക്കേണ്ടി വന്നത്. വാഷ്റൂമിലേക്ക് പോകുകയായിരുന്ന അർജുനെ തടഞ്ഞു നിർത്തുകയും റാഗിങ്ങിന് ഇരയാക്കുകയും ചെയ്തു എന്നാണ് ആരോപണം. തുടർന്ന് അർജുനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ നമ്മൾ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഇന്നലെ തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. 20-ാം തീയതി അർജുനെ മർദ്ദിക്കുന്ന വിഷയങ്ങൾ. അതിനുശേഷം അർജുനോട് ഷൂ നക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് അർജുൻ പേരൂർക്കട പോലീസിൽ പരാതി നൽകിയിരുന്നത്. തുടർന്ന് ക്രിസ്മസ് അവധിക്ക് വീട്ടിൽ പോവുകയും തുടർന്ന് അർജുന് തിരികെ വരാൻ ഭയമായ സാഹചര്യത്തിൽ അമ്മ നിഷ പ്രവീൺ ഹൈക്കോടതിയിൽ നിന്നും അർജുനു വേണ്ടി പ്രൊട്ടക്ഷൻ ഓർഡർ ഉൾപ്പെടെ വാങ്ങിയിരുന്നു. പക്ഷേ ഈ വിഷയങ്ങളിലൊന്നും പ്രിൻസിപ്പളോ പേരൂർക്കട പോലീസോ വ്യക്തമായ നടപടി അല്ലെങ്കിൽ കോളേജ് അധികൃതരോ പേരൂർക്കട പോലീസോ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. തുടർന്നാണ് 20-ാം തീയതി ഇന്നലെ അമ്മയെയും കൂട്ടി അർജുൻ കോളേജിലെത്തുകയും പോലീസിന് മഹസർ നൽകാൻ നിൽക്കുന്ന സമയത്താണ് കോളേജിലെ മുതിർന്ന വിദ്യാർത്ഥികൾ അർജുന് സമീപം എത്തുകയും തമ്മിൽ സംസാരിക്കുകയും ഇടപെടാൻ ശ്രമിച്ച അമ്മയെ പിടിച്ചു തള്ളുകയും വസ്ത്രങ്ങൾ കീറുകയും ചെയ്തു എന്നാണ് ആരോപണം. അതോടൊപ്പം തന്നെ അർജുനെ മർദ്ദിക്കുകയും ചെയ്തു. അതായത് ഈ തർക്കങ്ങൾ ഇടപെട്ട ABVPയുടെ യൂണിറ്റ് സെക്രട്ടറി ABVP സെക്രട്ടറി ഉൾപ്പെടെ മർദ്ദിച്ചതായിട്ടും പരാതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ മേഖല അതായത് പേരൂർക്കട ലോ അക്കാദമിയിൽ ഈ റാഗിങ് എന്ന് പറയുന്നത് പുതിയ കാര്യമല്ല. കാരണം നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ സമാനമായ രീതിയിൽ കണ്ടതാണ്. വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെ കോളേജ് അധികൃതരോ പോലീസോ ഈ വിഷയങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ മർദ്ദനമേറ്റ നിഷ പ്രവീൺ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ മഹിളാ മോർച്ചയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അതായത് ഒരുപക്ഷെ അവരുടെ അഭിഭാഷക കൂടിയാണ്. അവർക്കാണ് ഇത്തരത്തിൽ ഈ ലോ അക്കാദമിയിൽ നിന്ന് ഇത്തരത്തിലൊരു മോശമായ അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു അമ്മയെ അല്ലെങ്കിൽ റാഗിങ്ങിനിരയായ കുട്ടിക്കെതിരെ നടപടിയെടുക്കാതെ അമ്മയുമായി സ്കൂളിലെത്തുമ്പോൾ ആ അമ്മയ്ക്ക് മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യമാണ് കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ അമ്മ ഇന്നലെ പ്രിൻസിപ്പാളുമായി സംസാരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അർജുന് മർദ്ദനമേറ്റ അല്ലെങ്കിൽ അർജുന് റാഗിങ് സംഭവിച്ചതായി അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു കോളേജ് പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നുള്ളൊരു മറുപടി എന്നാണ് അമ്മ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെ അമ്മ ഈ സംഭവം കോളേജിലെ പ്രിൻസിപ്പലിന് മെയിലായി അയച്ചിരുന്നു. ആ മെയിലും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. സംഭവത്തെ തുടർന്ന് ഇന്നലെ ABVPയുടെ നേതൃത്വത്തിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് ഉണ്ടായിരുന്നു. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടും പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതാണ് ഏറ്റവും ആക്ഷേപകരമായിട്ടുള്ള കാര്യം. അതായത് ഈ ഒളിവിൽ പോയിട്ടുള്ള അർജുനെ മർദ്ദിച്ച മുതിർന്ന വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർ ഒളിവിൽ പോയിട്ടുള്ളവർ ഇടയ്ക്കിടയ്ക്ക് കോളേജിൽ വരാറുണ്ടായിട്ട് പോലും പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്തുണ്ടായിട്ട് പോലും ഇതിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ABVP ശക്തമായ പ്രതിഷേധ പരിപാടിയിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അർജുന്റെ അമ്മയെയും മർദ്ദിച്ച പ്രവർത്തകരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് ആവശ്യം. വരും ദിവസങ്ങൾ അല്ലെങ്കിൽ ഇന്നും സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ കടുപ്പിക്കാനാണ് സാധ്യത. ശർമ്മ.